അധികം താമസിക്കാതെ നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാം. പത്രോസിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് യേശു പറയുകയാണ്, പത്രോസേ, എനിക്ക് ഒരു കുരിശുമരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ പീഡിപ്പിക്കും, ഞാൻ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പത്രോസിനെ വിളിച്ച് പറയുമ്പോൾ ഈ പത്രോസ് ആത്മാർത്ഥമായിട്ട് തൻ്റെ ഗുരുവിനോടുള്ള വലിയ സ്നേഹത്താൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഗുരു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു എന്താണ് ചെയ്യേണ്ടത്? കെട്ടിപ്പിടിച്ചൊരു ഉമ്മയല്ലേ കൊടുക്കേണ്ടത്? അതിനു പകരം ആ സമയത്ത് ഈ യേശു പത്രോസിനെ നോക്കി പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടു പോവുക. പത്രോസിനെ നോക്കി പറഞ്ഞു, സാത്താനെ, എന്നെ നോക്കി പോവുക. ആ സമയത്ത് യേശു തിരിച്ചറിഞ്ഞു, പത്രോസിന്റെ വായിലൂടെ വരുന്ന സ്വരം, കുറച്ചു മുമ്പേ വന്ന സ്വരം പിതാവിൻ്റെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന സ്വരം പിശാചിന്റെ ആണെന്ന് യേശുവിന് മനസ്സിലായതുകൊണ്ട് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടു പോവുക. ആ സമയത്ത് യേശു പത്രോസിനെ അല്ല സാത്താൻ എന്ന് വിളിച്ചത്, മറിച്ച് പത്രോസിന്റെ വായിൽ കൂടി സംസാരിക്കുന്ന ദൈവഹിതം നിറവേറ്റാൻ പോകുന്ന യേശുവിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി സ്നേഹം കൊണ്ട് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്ന പിശാച് തന്ത്രപരമായിട്ട് പത്രോസിനെ ഉപയോഗിച്ച് യേശുവിനെ ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ആ അരൂപിയായ അന്തരീക്ഷ ശക്തിയെ പിശാച് നോക്കി യേശു വിളിച്ചു, സാത്താനെ, എന്നെ വിട്ടു പോവുക. നിന്റെ ചിന്ത ദൈവികമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദുഷ്ടനായ പിശാചിൻ്റെ ആത്മാവ്. ഇതുകൊണ്ടാണ് ഇത് രണ്ടും അനുഭവിച്ച വ്യക്തി സാവൂളായിരുന്ന പൗലോസ് പറയുന്നത് എഫേസോസ് 6:12 നമ്മളുടെ യുദ്ധം മനുഷ്യരോടല്ല, ആന്തരിക ശക്തികളോടാണ്, അന്ധകാര ശക്തികളോടാണ്, പൈശാചിക ശക്തികളോടാണ്. ഒരു വ്യക്തി എപ്പോൾ ക്രിസ്ത്യാനിയാകുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുക, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. ഒരാൾക്ക് ക്രിസ്ത്യാനി ആകാനായിട്ട് മനുഷ്യർ അംഗീകരിക്കുമ്പോഴല്ല ക്രിസ്ത്യാനിയാകുന്നത്, മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല ക്രിസ്ത്യാനിയാകുന്നത്. ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത് ദൈവവചനപ്രകാരം, ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരിച്ച്, ഈ വചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ അനുയായിയാകുമ്പോൾ, when you become a disciple of Jesus, ആ ശിഷ്യന്മാരെ മാത്രമാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഭൂമിയിലുള്ളവർ നിങ്ങളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുമായിരിക്കും. പക്ഷെ ഒരു ദിവസം പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പം ആ പിതാവ് നിങ്ങളെ വിളിക്കുമോ എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. കാരണം ഈ പുസ്തകം നല്ലതുപോലെ വായിച്ചിട്ടുള്ള എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഈ അരമണിക്കൂർ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. വെളിപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ, മത്തായിയുടെ 24-ാം അധ്യായം വായിച്ചാൽ, യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വന്ന് തൻ്റെ യഥാർത്ഥ സഭയാകുന്ന മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ സമയം അടുത്തിരിക്കുന്നു. ആ മണവാട്ടിയാകുന്ന ആ സഭ വചനത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാരുടെ സഭയാണ്. ആ കാരണത തന്നെയാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, അനേകർക്ക് അപ്പർ റൂമിൽ വന്ന് ധ്യാനം കൂടാൻ സാധിക്കാത്തത് കൊണ്ട് നീ TV-യിലൂടെ സംസാരിക്കുക, അവർ വീട്ടിലിരുന്ന് കേൾക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹമാണ് കടന്നു വരുന്നത്. ആ വലിയ സ്നേഹമാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ അടുക്കൽ ഈ സുവിശേഷവുമായിട്ട് എത്തുവാനായിട്ട്. ഞങ്ങളുടെ പരമാവധി പരിശ്രമം ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളിലൂടെ സ്നേഹിച്ച് സത്യമറിയിക്കുക എന്ന ദൗത്യം മാത്രമാണ്. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സ്വാർത്ഥപരമായ താല്പര്യങ്ങളുമില്ല. ഞങ്ങളുടെ കൂടെ ചേരണമെന്നോ ഒന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം. സത്യം അറിഞ്ഞ് ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുക. പൗലോസിന് തൻ്റെ മാനസാന്തരത്തിന് ശേഷം അവൻ്റെ ജനത്തിനു വേണ്ടി വലിയ തീഷ്ണതയായിരുന്നു. അത് നിങ്ങൾക്ക് റോമൻസിൻ്റെ 10-ാം അധ്യായത്തിൽ 1 തൊട്ടുള്ള 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും, റോമൻസിൻ്റെ 9-ാം അധ്യായം 1 മുതൽ വായിച്ചാലും കാണാം. പൗലോസിന് അവൻ്റെ മതപ്രകാരം അവന് വിശ്വസ്തമായിട്ട്
ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി അവൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ച് അവന് മനസ്സിലാകാത്ത ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച വ്യക്തി സത്യം പറഞ്ഞപ്പോൾ, യഥാർത്ഥമായ രക്ഷ എന്നത് മനസ്സിലാക്കിയപ്പോൾ ആ പൗലോസിനുണ്ടായ വേദന എൻ്റെ ജനം രക്ഷിക്കപ്പെടണമെന്നായിരുന്നു. അതേ സ്നേഹത്തോടു കൂടി, അതേ ആഗ്രഹത്തോടു കൂടി, ഒരു സ്വാർത്ഥ താല്പര്യമില്ലാതെ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം, ഞങ്ങളറിഞ്ഞ സത്യം നിങ്ങളെ ഒന്ന് അറിയിക്കണം, നിങ്ങളെല്ലാവരും ഈ രക്ഷ കണ്ടെത്തണം. കാരണം വചനത്തിൽ നമ്മൾ ഉടനീളം കാണാം, ആ വചനപ്രകാരം നമ്മൾ വായിച്ചാൽ യേശുവിൻ്റെ വരവ് അധികം താമസിക്കാതെ ഉണ്ട്. എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം യേശു പറഞ്ഞു അവന് പോലും അറിഞ്ഞുകൂടാ, പിതാവിനെ അറിയത്തുള്ളൂ. എന്നാൽ അതിനുള്ള ലക്ഷണങ്ങൾ നമുക്ക് മുൻകൂറായിട്ട് യേശു തന്നിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന ഈ അവസരം ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ടെലിവിഷനിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ വചനമാണ് ശ്രവിക്കുക, ഞങ്ങളെ അല്ല ശ്രവിക്കുക. അതുകൊണ്ട് തീഷ്ണതയോടുകൂടി, ദാഹത്തോടുകൂടി ദൈവവചനത്തിന് മുമ്പിൽ എളിമയോടുകൂടി നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഞാൻ തൽക്കാലം ഈ എപ്പിസോഡ് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഇനിയും തുടരുന്നതാണ്. അതുവരെ കർത്താവ് നമ്മളെ എല്ലാവരെയും